മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ നൂറയുടെ പെർഫോമൻസ് കണ്ട്. എനിക്ക് തോന്നുന്നു ആദില പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ നൂറയുടെ മറുപടി കേട്ട്. കുറച്ചു മുമ്പ് കിരീട യുദ്ധം എന്ന് പറയുന്ന ആ ടാസ്കിൻ്റെ ഫൈനൽ റൗണ്ടിൽ നമ്മുടെ നൂറ വിജയിക്കുകയും 3 സൂപ്പർ പവറുകളിൽ ഒരു സൂപ്പർ പവർ നമ്മുടെ ബിന്നിക്കും കൊടുത്തു. ബാക്കി 2 സൂപ്പർ പവറുകളാണ് നൂറ സ്വന്തമാക്കിയിരിക്കുന്നത്. ടീമിലുള്ള അഭിലാഷിന് ഒരു പവറും ലഭിച്ചില്ല. പക്ഷേ അഭിലാഷ് പറയുന്നത് എനിക്ക് സങ്കടമൊന്നുമില്ല, ഇതൊരു ഗെയിമാണ്, ഇത് നിൻ്റെ ഗെയിമാണ്, നീയാണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നല്ല കൂളായിട്ടാണ് നൂറയോട് സംസാരിച്ച് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ലൈവിൽ നമ്മുടെ ഒനിയിലും അഭിലാഷും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അഭിലാഷ് പറയുന്നത് നൂറ എന്നെ മൂഞ്ചിച്ചു, അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല, നോമിനേഷൻ പവറെങ്കിലും എനിക്ക് തരുമെന്ന് കരുതി. ബെന്നിക്ക് ഫാമിലി കൊടുത്തപ്പോൾ ഏതെങ്കിലും ഒരു പവറെങ്കിലും എനിക്ക് തരുമെന്നാണ് ഞാൻ കരുതിയത്. അവൾ ഇമ്മ്യൂണിറ്റി പവർ എടുത്തോട്ടെ, മറ്റേ പവർ എനിക്ക് തരാമായിരുന്നു. ഈ ഗെയിമിൽ ഞാൻ 100 101% കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഈ ഗെയിമിൽ വിജയിക്കാൻ വേണ്ടി ഈ കുടുംബത്തിലുള്ള, അതായത് ബിഗ് ബോസ് ഫാമിലിയുള്ള 18 പേരെയും ഞാൻ നോക്കി. പക്ഷെ കൂടെയുള്ള 2 പേരെ നോക്കാൻ ഞാൻ മറന്നുപോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. കൂടെയുള്ളവരെ ഇങ്ങനെ തിരിഞ്ഞു കൊത്തുമെന്ന് ഞാൻ കരുതിയില്ല. കുഴപ്പമില്ല, സാരമില്ല, ഇതാണല്ലോ ഗെയിം. അവൾ അവളുടെ ഗെയിം കളിച്ചു. ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും ഗെയിം കളിക്കാനാണ്. എനിക്കിന്നുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ഒറ്റൊരെണ്ണത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവിടെയുള്ള എല്ലാവർക്കും 2 മുഖങ്ങളുണ്ട്. നൂറ എപ്പോഴും എന്നോട് പറയുമായിരുന്നു എനിക്ക് ഒറ്റബുദ്ധിയാണെന്ന്. എന്നിട്ട് ഇപ്പോൾ ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു അവസരം വന്നപ്പോൾ എൻ്റെ ബുദ്ധിയേക്കാൾ മുകളിലാണ് അവളുടെ ബുദ്ധി. ഞാനായിരുന്നു ക്യാപ്റ്റൻ എങ്കിൽ ഞാൻ ഇമ്മ്യൂണിറ്റി എടുത്ത് മറ്റ് 2 പവറുകളും ഷെയർ ചെയ്തേനെ. അതാണ് അതിൻ്റെ ഒരു ശരി. ടീം വർക്കായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നല്ലോ. എന്തേലും ആവട്ടെ എന്നൊക്കെയാണ് നമ്മുടെ അഭിലാഷ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അഭിലാഷിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അഭിലാഷിന് നല്ല സങ്കടമുണ്ട്. കാരണം ഈ ടാസ്കിന് വേണ്ടി 4 ദിവസം നല്ല രീതിയിൽ 100% ഇട്ട് തന്നെയാണ് നമ്മുടെ അഭിലാഷ് കളിച്ചത്. എനിക്ക് തോന്നുന്നു അഭിലാഷിൻ്റെ പ്ലാനിങ് കാരണമാണ് ജിസേലിനെയും അക്ബറിനെയൊക്കെ ഔട്ടാക്കാനും സാധിച്ചത്. എന്നിട്ട് നൂറ ഇങ്ങനെ ചെയ്തത് അഭിലാഷിന് സങ്കടമുണ്ട്. പക്ഷേ നൂറയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നൂറയുടെ ഭാഗത്തുമുണ്ട് ശരി. കാരണം ഇന്നത്തെ ടാസ്കും ക്യാപ്റ്റന്മാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആ 2 ടാസ്കിലും നൂറ എന്ന ക്യാപ്റ്റൻ 100% ഇട്ടിട്ടുണ്ട്. അപ്പോൾ നൂറയ്ക്കാണ് ആ പവർ എടുക്കുന്നതിനുള്ള അധികാരം. എങ്കിലും ഒരു പവർ എടുത്തിട്ട് ഒരു പവറെങ്കിലും അഭിലാഷിന് കൊടുക്കാമായിരുന്നു എന്നാണ് ഒനിയിലും അഭിലാഷും പറയുന്നത്. എന്തായാലും അഭിലാഷിൻ്റെ സങ്കടം കാണുമ്പോൾ നമ്മുടെ ഒനിയിൽ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്, ഓരോ ഗെയിം വരുമ്പോഴും അതിൻ്റെ ക്യാപ്റ്റൻ ആകണമെന്ന്. ഞാൻ എൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു, നിനക്ക് നിൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ ആകാമായിരുന്നു. എങ്കിൽ നീ 3 പേർക്കും ഷെയർ ചെയ്തെങ്കിലും എടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം നിൻ്റെ ടീം ജയിക്കരുത് എന്നായിരുന്നു. ബിന്നിക്ക് ഒരു പവറും കിട്ടാൻ പാടില്ല. പിന്നെ നൂറ ബിന്നിക്ക് കൊടുത്തിരിക്കുന്നത് ഫാമിലി പവർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫാമിലി വീക്ക് വരെയൊന്നും അവൾ ഇവിടെ നിൽക്കില്ലെന്ന് എനിക്കുറപ്പാണ്. അഭിലാഷിൻ്റെ സങ്കടം നമ്മുടെ ഒനിയിലിനോട് പങ്കുവെക്കുകയാണ്. പക്ഷേ ഇതിന് നമുക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ബിഗ് ബോസ് തന്നെ അറിയിച്ചതാണ് നൂറയുടെ ഇഷ്ടമാണ്. നൂറയ്ക്ക് തീരുമാനിക്കാം, 3 എടുക്കണമെങ്കിൽ 3 എടുക്കാം, അതല്ലെങ്കിൽ വിതരണം ചെയ്യണമെങ്കിൽ വിതരണം ചെയ്യാം. അത് നൂറയുടെ ചോയ്സാണ്. അതുകൊണ്ട് നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എന്തുകൊണ്ട് ഈ പവർ തന്നില്ല എന്ന് ചോദിച്ച് നൂറയോട് വഴക്കിടാനും പറ്റത്തില്ല. അതുപോലെ തന്നെ നൂറ പറയുന്നുണ്ട് 3 വീക്ക് എനിക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. ഞാൻ ഒരു ഉറപ്പ് തരാം, അഭിലാഷിനെ ഞാൻ ഈ 3 വീക്കും നോമിനേറ്റ് ചെയ്യില്ല. അതല്ലാതെ ഈ 2 പവറും എനിക്ക് വേണമെന്ന് പറഞ്ഞാണ് നമ്മുടെ നൂറ എടുത്തിരിക്കുന്നത്. ഈ കാര്യത്തിൽ നൂറേനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നൂറ ശരിക്കും ഗെയിം കളിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ നൂറയിൽ നിന്നും ഇങ്ങനത്തെ ഒരു ഗെയിം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് എല്ലാവരും ഞെട്ടിപ്പോയത്. എനിക്ക് തോന്നുന്നു വേറെ ആര് ജയിച്ചാലും അവർ ഈ പവറെല്ലാം സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും അഭിലാഷ് പറയുന്നത് പോട്ടെ, സാരമില്ല, അവൾ അവളുടെ ഗെയിം കളിച്ചു. അതാണല്ലോ ബിഗ് ബോസിന് വേണ്ടത്, അതല്ലേ ട്വിസ്റ്റ്. ബിഗ് ബോസും അതുതന്നെയാണ് ആഗ്രഹിച്ചത്. എന്തായാലും ബിഗ് ബോസ് ഉദ്ദേശിച്ച ട്വിസ്റ്റ് ഈ ഗെയിമിൽ നിന്നും കിട്ടി. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടിയിരിക്കുകയാണ് നമ്മുടെ അഭിലാഷ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.